ഞങ്ങളുടെ ടെറസിൽ കുറച്ച് കൃഷി തോട്ടമൊക്കെ ഉണ്ട്. ഗ്രോ ബാഗ്സിൽ നട്ടിട്ടുള്ള കുറച്ച് കൃഷി. ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. ചെടികളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ചീര, പയർ, പിന്നെ കയ്പക്ക ഉണ്ട്, പാവക്ക എന്ന് പറയുന്നത്. കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പറിച്ചു, ഇപ്പം ഇല്ല. മുളക്, പയറുകൾ, ഇതെല്ലാം പയറുകളാണ്. ഇതിനൊക്കെ ഒരു പന്തലും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് മുളകാണ്, ഇതും മുളകാണ്, ഇതൊക്കെ മുളകാണ്. ഇതെല്ലാം ഞാൻ ഇന്ന് പറിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ മേലൊന്നും കായകൾ കാണാത്തത്. ഇതിനു വേണ്ടി ഒരു പന്തലും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇഷ്ടം പോലെ പടർന്ന് കയറാൻ വേണ്ടി. കോവൽ എന്ന് പറയും, അതും ഇവിടെ പടർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഗ്രോ ബാഗ്സാണ്. ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഗ്രോ ബാഗ്സാണ്. ഇവിടെ ഞങ്ങൾക്ക് മണ്ണും കൂടി വില കൊടുത്ത് വാങ്ങണം. മണ്ണ് വില കൊടുത്ത് വാങ്ങുന്നൊരു സ്ഥലമാണ്. ഇത് പുതിന, ഇത് വെള്ളമുളക്, ഇത് കാന്താരി മുളക്, ഇത് വീണ്ടും പുതിന. ഇപ്പം മഴ പെയ്ത് കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നാവും. പുതിന, ഇത് ചെറുനാരകമാണ്, നാരങ്ങ. ഇതിലിഷ്ടംപോലെ നാരങ്ങ ഉണ്ടാവാറുണ്ട്. ഞാൻ പറിച്ചതാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിൽ കായകളൊന്നുമില്ല. ഇതൊക്കെ ചെറുനാരകമാണ്. ഇത് അലുവേര, നമ്മളുടെ മുടി വളരാനൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണിത്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. തക്കാളി ചെടി ഉണ്ടായിട്ടില്ല. പയർ പടർന്ന് കയറുന്നുണ്ട് മുകളിലേക്ക്. പയറുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കരിവേപ്പില. ഇത് വേറെ ഒരു ചെടിയാണ്. നമുക്ക് തോരനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്, ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന. ഇതിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല. എന്തോ ചീര മാനസെന്നോ അങ്ങനെ എന്തോ ഒരു പേര് കേട്ടിട്ടുണ്ട്. അറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. പിന്നെ ഈ സൈഡിലും ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചെടികൾ. ഇത് ഞങ്ങളുടെ കരിവേപ്പില, രണ്ടാമത്തെ കരിവേപ്പില. ഇത് അതേ ചെടി, ഞാൻ നേരത്തെ പറഞ്ഞ ഷുഗറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ ഇതിൻ്റെ ഇലയെടുത്ത് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഞങ്ങളിത് ഉണ്ടാക്കാറുണ്ട്. ഇത് പേരയാണ്, ഓൺലൈനിൽ കൂടി വാങ്ങിയ പേരയാണ്. ചെറിയ ചട്ടിയിൽ തന്നെ നട്ടാൽ ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ടാവും എന്നതിൽ ചിത്രം കണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ഈ 2 പേരകൾ ഉണ്ടായി തുടങ്ങിയിട്ടില്ല, പക്ഷെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അറിയില്ല, നോക്കാം. ഇത് വീണ്ടും മറ്റേ ആ ചെടിയാണ്, പേരറിയാത്ത ചെടി. ഇതൊരു തരം ചീരയാണ്. ഇത് വലുതായി വരുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാവും. ഇതൊരു തക്കാളീൻ്റെ ചെടിയാണ്. ഇതാണ് നമ്മളുടെ വേറെ ഒരു നാരകം. ഇത് നാരങ്ങയുണ്ട്, പഴുത്ത് നിൽക്കുന്നുണ്ട്. പച്ച നാരങ്ങകളും ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി. ഈ കൃഷിയിൽ നിന്നൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കും. വൈകുന്നേരം ആകുമ്പം ഈ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കാനുള്ള പൈപ്പാണിത്. ഇവിടെ നിന്ന് വെള്ളമെടുത്ത് ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കും. അപ്പം ആ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി വൈകുന്നേരം വരുന്ന ആ സമയത്ത് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എത്രത്തോളം വിളകൾ ഉണ്ടാകുന്നുള്ളൂ എന്നല്ല, എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ചെടികളൊക്കെ നോക്കുക, നനയ്ക്കുക, മണ്ണൊക്കെ ഇളക്കി കൊടുക്കുക, വളം ഇടുക, അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഇത്തിരി ഉള്ള സ്ഥലത്ത് ഒരു തെങ്ങും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ മുറ്റത്ത് ഒരു ലേശം സ്ഥലത്താണ് നട്ടിട്ടുള്ളത്. അത് വളർന്ന് വലുതായി ഒരു വലിയ തെങ്ങായി ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സോളാർ സിസ്റ്റം. പിന്നെ ഇത് ഞാൻ ഇന്ന് പറിച്ചെടുത്ത പയറും കോവക്കയും മുളകും കരിവേപ്പിലയും ഒക്കെയാണിത്. ഇത് ഞങ്ങളുടെ തെങ്ങിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായ തേങ്ങയാണ്. ഇപ്പം ഞാൻ പൊതിച്ചെടുത്തതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ തെങ്ങിൽ നിന്ന് കിട്ടിയ തേങ്ങകൾ. നല്ല തേങ്ങയാണ്.
അത് പൊതിക്കാൻ വേണ്ടി ഒരു ഉപകരണവും ഞങ്ങൾ ഓൺലൈനിൽ കൂടി വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് ഈ മരത്തിൽ തേങ്ങ ഉണ്ടാവുന്നതും ഞാൻ തേങ്ങ ജീവിതത്തിൽ ആദ്യമായിട്ട് പൊതിക്കുന്നതും. ഞങ്ങൾ വയനാട്ടിലൊന്നും അങ്ങനെ തെങ്ങോ തേങ്ങയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ തേങ്ങയൊന്നും പൊതിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് തേങ്ങ പൊതിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ ഒരു വെണ്ടയ്ക്കേൻ്റെ ചെടിയുണ്ട്, മറന്നുപോയി പറയാൻ, പാവം. അതിൽ നിന്ന് 3-4 വെണ്ടക്കകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളുടെ ചെടികളാണ്. പറയാൻ മറന്നുപോയി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെടിയുണ്ട്. അതാണ് ഈ കാണുന്ന ചെടി. ഇത് ഒരു മുന്തിരിയുടെ ചെടിയാണ്. ഞങ്ങൾ ആഗ്രഹിച്ച് ഓൺലൈനിൽ കൂടി വാങ്ങിയൊരു ചെടിയാണ്. അത് നല്ല തളിർപ്പൊക്കെ വന്ന് മുകളിലേക്ക് പടർന്ന് കയറുന്നുണ്ട്. അതിന് കയറാൻ വേണ്ടി ഈ പന്തൽ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഈ മുന്തിരി പടർന്ന് കയറി ഇതിലൊരു കൊല മുന്തിരിയെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഞങ്ങളുടെ ടെറസിലത്തെ കൃഷി. എല്ലാവർക്കും പറ്റുന്നവരൊക്കെ കുറച്ച് അവനവന് വീട്ടിലേക്ക് പറ്റുന്ന കുറച്ചെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. എനിക്ക് ഈ കൃഷിയോട് വലിയൊരു ഇൻട്രസ്റ്റാണ്. സ്ഥലമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഗ്രോ ബാഗുകൾ വെച്ച് ഇതിലൊക്കെ കുറച്ച് കൃഷിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആക്കുന്നത്. ഓക്കേ.